കൃത്യം കണക്കുകൾ പറഞ്ഞാൽ ജോലിക്കാർ ഏകദേശം 30 പേർ. കമ്പനി 2024 ആദ്യമായി ലാഭകരമായി $1 ബില്യൺ വരുമാനം നേടി. മറ്റു ആപ്പുകളിൽ നിന്ന് ഈ ആപ്പിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 ലക്ഷം വരെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. 2 GB വരെ വലിപ്പമുള്ള ഫയലുകൾ, എല്ലാതരം ഡോക്യുമെൻറ്റുകളും പങ്കിടാനും കഴിയും. ഫോൺ കണക്ട് ചെയ്യാതെ തന്നെ ഒരേ സമയം ഒന്നിലധികം ഉപകരണങ്ങൾ, ഫോൺ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയവയിൽ സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാം. സ്ക്രീൻ ചാറ്റുകൾ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, സന്ദേശങ്ങൾ ഇല്ലാതാക്കാനുള്ള സൗകര്യം, ഉപഭോക്തൃ ഡാറ്റ പരസ്യത്തിനായി ഉപയോഗിക്കില്ല എന്ന ഉറപ്പ്. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം ടെലഗ്രാമിനെ പറ്റി തന്നെയാണ്. പ്രത്യേക ടാസ്കുകൾക്കായി ബോട്ടുകൾ സജ്ജമാക്കാനും ഡെവലപ്പർമാർക്ക് ഉപയോഗിക്കാനായി ഒരു ഓപ്പൺ API നൽകുകയും ചെയ്യുന്നു. 2025 മാർച്ച് വരെ ടെലഗ്രാമിന് ലോകമെമ്പാടുമായി 1 ബില്യണിലധികം പ്രതിമാസ സജീവ ഉപഭോക്താക്കളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപഭോക്താക്കളുള്ള രാജ്യം അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. റഷ്യൻ പയ്യന്മാരായ പാവൽ ദുറോവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിക്കോളായ് ദുറോവും ചേർന്ന് 2013 ടെലഗ്രാം ആരംഭിച്ചു. ഇത് വേഗതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു ഇൻസ്റ്റന്റ് ക്ലൗഡ് അധിഷ്ഠിത മെസ്സേജിംഗ് സേവനമാണ്. ടെലഗ്രാമിൻ്റെ വളർച്ചയിൽ സ്വകാര്യത, എൻക്രിപ്ഷൻ എന്നിവ ശ്രദ്ധേയമായി. നമ്മുടെ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ടെലഗ്രാം. കൂടുതൽ ഇത്തരം വാർത്തകൾക്കായി, വിശേഷങ്ങൾക്കുമായി ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. താങ്ക്